അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ പാസ്റ്റർ ശിവശങ്കരൻ അവറുകളാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ജീവിത പശ്ചാത്തലം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദൈവം കർത്താവിന്റെ ദാസനെ വിളിച്ചു വേർതിരിച്ച ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ ടി വി പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. ഈ കാലയളവിൽ ദൈവത്തിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കുവാൻ, അതിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ദൈവദാസന്റെ വാക്കുകൾ ഉപകരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഇതിനോട് അരോമ ടി വി ചാനൽ പ്രസിദ്ധീകരിച്ചതായ നിരവധി വിലപ്പെട്ട സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി നിങ്ങൾ ഒന്ന് കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കൊരു അവസരമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ശിവശങ്കരൻ അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഭൂമിയിൽ കർത്താവിന്റെ ഒരു സാക്ഷിയായി ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കർത്താവിനെ ഉയർത്തി പറയുവാൻ, ജീവിതത്തിൽ ഒരു അവസരം കൂടി ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവത്തിന്റെ സാക്ഷ്യം പറയുവാൻ ദൈവം തന്ന അവസരത്തിന് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അരോമ ടിവിയും അതിൻ്റെ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന ഡാനിയൽ ജോൺ അവർകൾക്കും, ഇങ്ങനെ ഈ അവസരത്തിന് വേണ്ടി എനിക്ക് ചൂണ്ടുപലകയായി നിന്ന പാസ്റ്റർ സജിമോൻ ചെല്ലാനം അവർകൾക്കും ഈ തരുണത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത മാറ്റങ്ങൾ ഈ ശബ്ദ പരിധിയിൽ, അല്ലെങ്കിൽ ഈ ശബ്ദം എവിടെയെല്ലാം ശ്രവിക്കുന്നുവോ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുകയും എല്ലാവരുടെയും ജീവിതത്തിൽ ഏത് വിഷയത്തിന്റെ മുമ്പിലും വഴി തുറക്കുവാൻ ഏക വഴി കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരും അറിയുവാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ നീങ്ങുന്നു. എൻ്റെ പേര് ശിവശങ്കരൻ എന്നാണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതെല്ലാം തമിഴ്നാട്ടിൻ്റെ മധ്യഭാഗമായിരിക്കുന്ന തൃശ്ശൂർപള്ളി സംസ്ഥാനത്ത് ജയംകൊണ്ടം ആണ്ടിമഠം എന്ന് പറയുന്ന ഒരു ടൗണിൽ ഹൈന്ദവ മുതലിയാർ കുടുംബത്തിൽ 4 മക്കളിൽ രണ്ടാമത് മകനായി ജനിച്ചു വളർത്തപ്പെട്ടു. ജീവിതത്തിൽ ഹൈന്ദവ മുതലിയാർ മാത്രം പാർക്കുന്ന 500-ൽ പരം കുടുംബങ്ങൾ പാർക്കുന്ന ഊരിൽ എല്ലാ രീതിയിലും ആ ഗ്രാമത്തിന്റെ ചട്ടക്കൂടുകളിൽ, ജാതീയ ചട്ടക്കൂടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ ടൗണിൽ എൻ്റെ അപ്പൻ്റെ പേര് മുത്തുകുമാരസ്വാമി എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് വസന്ത. എൻ്റെ മൂത്ത സഹോദരന്റെ പേര് തിരിജ്ഞാന സംബന്ധം. എൻ്റെ അനുജന്റെ പേര് ശിവകുമാർ. എൻ്റെ പെങ്ങളുടെ പേര് അമുത. അവിടെ എന്തൊരു കാര്യത്തിനും, ഏതൊരു വിഷയത്തിന്റെ മുമ്പിലും ഞങ്ങളുടെ വീടിന്റെ എല്ലാ 4 കവലകളിലും അമ്പലങ്ങളുടെ മുമ്പിൽ അവിടുത്തെ ഉള്ള ജന്മികൾ ഒന്നിച്ചിരുന്ന് അവർ കൽപ്പിക്കുന്നതാനും തീരുമാനം ഭഗവാന്റെ മുമ്പിൽ ചോദിച്ചിട്ട് ഭഗവാന്റെ അരുളപ്പാട് എന്തുണ്ടോ അതിനെ അനുസരിച്ചാണ് ധാർമ്മികമായിട്ടുള്ള, അതുപോലെ ഭക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും
വിവാഹം മുതലായ എല്ലാറ്റിലും അവരുടെ തീരുമാനമാണ് അന്തിമ തീരുമാനം. അങ്ങനെ എൻ്റെ ചെറുപ്രായത്ത് അപ്പനും അമ്മയും പഠിപ്പിച്ച ഈ ആചാരങ്ങൾ വളരെ ചിട്ടയോടെ, ശരിക്കു പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ശ്രേഷ്ഠ സഹോദരനേക്കാൾ, അനുജനേക്കാൾ ഉപരി ഭഗവാന്റെ കാര്യത്തിൽ ഏറ്റവും ശുഷ്കാന്തിയായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പല്ലക്ക് ചുമക്കുക, ഭഗവാന്റെ മുമ്പിൽ പോയി നിൽക്കുക, തൊഴുക, അവിടുത്തെ പൂജയുടെ കർമ്മകാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയാലും അത് കണ്ടുപിടിക്കുന്ന വ്യക്തി ഞാനായിരുന്നു. ഇതെല്ലാം ഉയരത്തിലെ ദൈവം മുന്നമേ കണ്ടതുകൊണ്ടായിരിക്കും എന്റെ ഭവനത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ഇടയായത്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് എന്റെ ജനനം 1968 68 ഞാൻ ജനിച്ചതിന്റെ പിറ്റ വർഷം എന്റെ പിതാവ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ജനിച്ചതിന്റെ ആ സമയത്താണ് എൻ്റെ പിതാവിന്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ അതിന്റെ കുറവുകളൊക്കെ അന്വേഷിച്ചു വരുമ്പോൾ ആരോട് സ്നേഹം ഉണ്ടാകുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്നാൽ ആ സ്ഥാനത്ത് എൻ്റെ അപ്പൻ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം അവസാനം മരിക്കുന്നത് വരെ ഒരു ജോലിക്കും പോകാതെ എൻ്റെ അപ്പൻ്റെ പിതാവ് അനുവദിച്ചിട്ടില്ല. എൻ്റെ അമ്മയാനും ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് നെയ്ത്താണ്, തുണി നെയ്യുന്നതാണ് ഞങ്ങളുടെ കുലത്തൊഴിൽ. ഞാനും 12 വരെയൊക്കെ ആ ജോലി ചെയ്തിട്ടുണ്ട്. 12 കഴിഞ്ഞിട്ടും ഞാൻ ആ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അമ്മ ഞങ്ങൾ എല്ലാവരെയും കഷ്ടപ്പെട്ടു പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഏകദേശം 1980 കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന സഹോദരി സഹോദരന്മാർ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽവിലാസം എഴുതി ഞങ്ങൾക്ക് അയച്ചു തരിക എന്നുള്ള പത്രപ്രസ്താവന കണ്ടുകൊണ്ട് അവരെല്ലാവരും പോസ്റ്റ് കാർഡ് സംഘടിപ്പിച്ച് തിരുവല്ലയിലും മദ്രാസിലും ബാംഗ്ലൂരിലുമായിരുന്ന ചില സ്ഥലങ്ങളിലേക്ക് അയച്ചു. അയക്കുന്ന സമയത്ത് അവർക്ക് ചെറിയ ലഘുലേഖകൾ, കളർഫുൾ ആയിട്ടുള്ള പ്രിന്റിംഗ് പേപ്പറുകൾ, അതിലുള്ളത് ദൈവവചനമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ ചെയ്തത് പോസ്റ്റ് കാർഡ് സംഘടിപ്പിച്ച് അയച്ചു കൊടുത്തപ്പോൾ അന്ന് ഈ സ്റ്റാമ്പ് കളക്ഷൻ എനിക്ക് വലിയൊരു ഹോബിയായിരുന്നു. ശരിക്കു പറഞ്ഞാൽ ആ സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ അവിടെ പോസ്റ്റ് കാർഡ് അയച്ചു കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ പക്കൽ ലഘുലേഖകൾ എത്തി, പുതിയ നിയമത്തിന്റെ കോപ്പി എത്തി, പല ക്രിസ്തീയ മാസികളും എത്തി. ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഇങ്ങനെ കവർ വരുമ്പോൾ സ്കൂളിൽ നിന്ന് പോസ്റ്റ്മാൻ പുറത്ത് ബെല്ലടിച്ച് ഞങ്ങളെ വിളിക്കും. ഇത് മേടിക്കും, ചിലത് കളയും. അതിന്റെ സ്റ്റാമ്പ് ആനും എന്തോ ഉദ്ദേശമായിരുന്നു. എന്നാൽ ചിലത് ഞാൻ വായിച്ചിട്ട് ഒരു പുതിയ നിയമത്തിന്റെ കോപ്പി ആരും അറിയാതെ ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചു. പക്ഷെ ആ പുതിയ നിയമത്തിന്റെ കോപ്പി ഞാൻ പിന്നീട് എടുത്തത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷമാണ് എടുത്ത് വീട്ടിൽ കാണിച്ചത്. അപ്പോൾ ആ വചനം അവിടെ എൻ്റെ വീട്ടിലുണ്ട്. 2, ആ വചനത്തിന്റെ ചില വാക്യങ്ങൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ആ പച്ചയായ ഹൃദയത്തിനകത്ത് എഴുത്തുകോൽ പോലെ കർത്താവ് എഴുത്താണി കൊണ്ട് എഴുതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:11 ഞാൻ ഏറിയ നാളുകൾ കഴിഞ്ഞ് പ്രസംഗിക്കുമ്പോൾ ആ വാക്യമൊക്കെ ഞാൻ വായിക്കുന്നത്. അപ്പോഴെ ദൈവത്തിന്റെ വചനം അയച്ച ദൈവത്തിന്റെ പ്രവൃത്തി തികച്ചിട്ട് മാത്രമേ അത് മടങ്ങിയെത്തത്തുള്ളൂ. 2, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കും എന്ന് പറയുമ്പോഴും അന്ധകാരം നിറഞ്ഞ ഒരു വീട്ടിൽ ഒരു പുതിയ നിയമത്തിന്റെ ബൈബിൾ അവിടെ ഇരിക്കുമ്പോൾ ആ അന്ധകാരത്തിന്റെ ഉള്ളിലിരിക്കുന്ന പ്രകാശിക്കുവാൻ കഴിയാതെ ലോകത്തിന്റെ ദൈവം ഇരുട്ടാക്കിയാലും ഏതോ ഒരു ഹൃദയത്തിനകത്ത് വെളിച്ചം പകരുവാൻ ആ ഇരുട്ടിനെ ജയിക്കുന്ന ഒരു ശക്തിയാണ് ദൈവത്തിന്റെ വചനമെന്ന് പിന്നീട് മനസ്സിലായത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ 7ഉം 8ഉം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭാഗ്യവശാൽ എന്നേ ഞാൻ പറയത്തുള്ളൂ, ദൈവം മുന്നമേ കണ്ടതുകൊണ്ട് എല്ലാവരെയും എൻ്റെ ശ്രേഷ്ഠനെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ എന്നെ കൊണ്ടുപോയി ഡോൺ ബോസ്കോ എന്ന് പറയുന്ന ഒരു കത്തോലിക്കരുടെ സ്ഥാപനത്ത് 11ലും 12ലും പഠിപ്പിച്ചു. 11ലും 12ലും പഠിപ്പിച്ച സമയത്ത് 12ൽ ഞാൻ പഠിച്ച് തീരുന്നതിന് മുമ്പ് ഇറ്റലിയിൽ നിന്ന് ഒരു അച്ഛൻ ട്രാൻസ്ഫർ ആയി അവിടെ വന്നു.
അദ്ദേഹത്തിന് എന്ത് തോന്നി എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് വളരെ സ്നേഹത്തിലായി. അദ്ദേഹത്തിന്റെ സ്വീകരണ വേദിക്ക് വേണ്ടി ഭരതനാട്യം കളിക്കുവാൻ വേണ്ടി എന്നെ തെരഞ്ഞെടുത്തു. ഞാനത് ഭരതനാട്യം കളിച്ച് അദ്ദേഹത്തിനെ സ്വീകരിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിച്ചെന്ന് ഞാൻ വിശ്വസിക്കും. എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കും. കുറച്ചു നാൾ കഴിയുമ്പോൾ ഡാൻ ബോസ്കോ സ്കൂളിനകത്ത് മോറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന രാവിലെ 6 മണിക്കൂർ ഉണ്ട്, ഹിന്ദുക്കൾക്കും മറ്റുള്ളവർക്കും. മറ്റു സ്ഥലത്ത് ബൈബിൾ ക്ലാസ് ഉണ്ട്. അപ്പൊ ബൈബിൾ ക്ലാസ് വേണമെങ്കിലും 6 മണിക്കൂർ പഠിക്കാം, മോറൽ സ്റ്റഡീസ് വേണമെങ്കിലും 6 മണിക്കൂർ പഠിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എന്തോ തോന്നി, ഞാൻ ബൈബിൾ പഠിപ്പിക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ പോയി പഠിക്കാൻ തുടങ്ങി. വീട്ടുകാർക്കൊന്നും അറിയത്തില്ല. അങ്ങനെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 12ൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഓഫീസിൽ ചെന്നപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, എന്റെ സർട്ടിഫിക്കറ്റ് അച്ഛന്റെ ടേബിളിന്റെ പുറത്താണ്, എന്നെ വന്ന് കണ്ടിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഓഫീസിൽ വിളിച്ചു. ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ പോയി മുട്ടുമടക്കിയപ്പോൾ എന്നോട് എന്റെ തലയിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു, ഇവൻ ദൈവത്തിന് പ്രയോജനമുള്ളതായി തീരട്ടെ. ഈ ഒറ്റ വാക്ക് പറഞ്ഞു പ്രാർത്ഥിച്ചു, എന്നെ അവിടെ നിന്ന് വിട്ടു. 12 കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലെ സാമ്പത്തിക നിലവാരങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ അല്ലാത്തത് കൊണ്ടും എൻ്റെ ഒരു കസിൻ ബ്രദർ അന്ന് അബുദാബിയിൽ റിഫൈനറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡിപ്ലോമോ കെമിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമോ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ ചെന്ന് ഡിപ്ലോമോ പഠിക്കാൻ വേണ്ടി 1-2 കോളേജുകളിൽ പോയി അന്വേഷിച്ച് തിരിച്ചു വന്നപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, നമുക്ക് 4 വർഷം അല്ലെങ്കിൽ 3 വർഷം ഇത്രയും പഠിപ്പിക്കുവാനുള്ള സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യും, എന്തായാലും ദൈവം, എൻ്റെ പിതാവും പറയുന്ന ആ പദമാണ് പറയുന്നത്, ദൈവം ഉദ്ദേശിക്കുന്നതൊക്കെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ ITIയിൽ 150 രൂപ ഒരു വർഷം കൊടുത്ത് ഇൻസ്ട്രുമെന്റേഷൻ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം അങ്ങനെ ഒരു വഴി തുറന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ. അവിടെ കൊണ്ടുപോയി ചേർത്ത് 2 വർഷം ഞാൻ അവിടെ പഠിച്ചു. അവിടെ പഠിക്കാൻ പോയ സമയത്ത് ലോകപ്രകാരമുള്ള യൗവനക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം ദുർശീലങ്ങൾ ഉണ്ടാകുമോ അത്രയും മാന്യമായി ഞാൻ ഭാഗം പറഞ്ഞു വിടുന്നു. എല്ലാ ശീലങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. മറുഭാഗത്ത് ഞങ്ങളുടേതായിട്ടുള്ള വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ 88ൽ എൻ്റെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ പല സ്ഥലങ്ങളിലും ജോലിക്ക് അന്വേഷിച്ചു. ചെന്നൈയിൽ പോയി കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോയമ്പത്തൂരിൽ വന്ന് ഒരു 2-3 മാസങ്ങൾ അവിടെ അപ്രന്റീസായിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്രത്തിൽ ഒരു പ്രസ്താവന കണ്ടു, കൊച്ചിൻ റിഫൈനറീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യൻ ആയിട്ടുള്ളവരെ അപ്രന്റീസായിട്ട് എടുക്കുന്നു എന്ന്. പക്ഷെ ഇവിടെ ഓരോരോ വിഷയങ്ങളും എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴെല്ലാം ഈ കേരളത്തിൽ വന്ന് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യമായി തീരുവാൻ എന്നെ കർത്താവിന്റെ ട്രാക്കിലേക്ക് തിരിച്ചു വിട്ടുന്ന ഓരോരോ സ്റ്റെപ്പുകളും പറയാൻ പറ്റുന്നത്. അങ്ങനെ കൊച്ചിൻ റിഫൈനറിയിൽ ഞാൻ 88ൽ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തു. 88ൽ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തു. 90ൽ സ്ഥിര ജോലിക്കാരനായിട്ട് ജോയിൻ ചെയ്തു. അന്ന് മുതൽ ഞങ്ങള് ബാച്ചലറായിട്ട് താമസിക്കുന്ന പല സ്ഥലങ്ങളിലും 91ൽ ഞാൻ മരട് ചമ്പക്കര എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ബാച്ചിലേഴ്സ് ആയിരിക്കുന്ന ഞങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഒരു അമ്മശ്ശി ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് നിന്ന് വരും. അവിടെ ഒരു രാമു, ഒരു ശിവകുമാർ, ഒരു കണ്ണൻ, ഒരു സുരേഷ്, അങ്ങനെ 5-6 പേർ താമസിച്ചു കൊണ്ടിരുന്നിടയിൽ ഈ മാതാവ് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവം പ്രാപിച്ച് അവിടെ ഇരിക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദൈവസഭയിൽ ആരാധിക്കുന്ന ഒരു അമ്മച്ചിയാണ്. പക്ഷെ അന്ന് അറിയത്തില്ല. എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെറുതായിട്ട് സുവിശേഷം പറയും. ഇടയ്ക്ക് വീണ്ടും വന്ന് പറയും, മോനെ ഞാൻ മോന് വേണ്ടി ഇന്നലെ പ്രാർത്ഥിച്ചു. മോൻ അനേക രാജ്യങ്ങൾ അനേക ആൾക്കാരുടെ മുമ്പിൽ ബൈബിളുമായിട്ട് സാക്ഷ്യം പറയുന്നത് ഞാൻ കണ്ടു. അവരെ പല പ്രാവശ്യം കളിയാക്കി, അവരെ പല പ്രാവശ്യം സ്വത്രം എല്ലാം പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടെങ്കിലും വീണ്ടും അമ്മച്ചി പാവപ്പെട്ട വലിയ വിദ്യാഭ്യാസമില്ലാതെ അമ്മച്ചി വീണ്ടും വീണ്ടും എന്നോട് സുവിശേഷം പറയും. ഈ സുവിശേഷം പറഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന്, അടുത്തുള്ള വീട്ടിൽ നിന്ന് ഞങ്ങൾ മാറി. എന്നാൽ ആ 2.5 വർഷം എൻ്റെ ജീവിതത്തിൽ അന്നും
ഞങ്ങളുടേതായിട്ടുള്ള വിശ്വാസത്തിന്റെ മാധ്യമങ്ങൾ എൻ്റെ ശരീരത്തിൽ കിടപ്പുണ്ട്. അന്നും ലോകപ്രകാരമുള്ള സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള മറ്റുള്ള ദുർമാർഗങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അന്നും എന്നെ ഒരുമിച്ച് ഞങ്ങൾ കൂട്ടുകൂടി പ്രധാനപ്പെട്ട കേരളത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് പോകാനുള്ള ഒരു ട്രൂപ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ പട്ടണത്ത് ബിസിനസ്സുകാരും പലരും ആ ഹിന്ദുക്കളുടേതായിട്ടുള്ള ആ അവസ്ഥയിൽ ഉറച്ചു നിൽക്കുന്ന ജോലി ഉള്ളത് കൊണ്ട് ലോക്കലായിട്ടുള്ള എല്ലാവരും അങ്ങനെ പല പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് പോകുന്നു. അവിടെ എല്ലാം പോയി ചെലവിടാനുള്ളതെല്ലാം ചെലവിടുന്നു. സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ ഭഗവാന് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ കൊടുക്കുന്നു. എല്ലാം ചെയ്തിട്ടും സാമ്പത്തികമായിട്ടും പറയാനുണ്ടെങ്കിൽ ജോലിയും എല്ലാം ഉള്ളപ്പോഴും പൂജ്യമാണ്. സമാധാനം എന്നുള്ള ഒരു വിഷയത്തിന്റെ മുമ്പിൽ പൂജ്യമാണ്. ഭയത്തിൽ നിന്നുള്ള വിടുതൽ എന്നുള്ള വിഷയത്തിൽ പൂജ്യമാണ്. സ്വസ്ഥത കിട്ടാനുള്ള ലോകത്തിന്റെ ദുർമാർഗങ്ങളുടെ മുമ്പിലും സ്വസ്ഥത എന്നുള്ള വിഷയത്തിൽ പൂജ്യമാണ്. അങ്ങനെ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു. സ്വസ്ഥത എവിടെ കിട്ടും? സമാധാനം എവിടെ കിട്ടും? മരിച്ചാൽ എവിടെ പോകും എന്നുള്ളൊരു ചോദ്യം ഉയരത്തിലെ ദൈവം ഇട്ടെന്ന ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്. കാരണം ചോദ്യം ഉയരത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഉത്തരം ഉയരത്തിൽ നിന്ന് തന്നെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് TGS ദിനകരന്റെ അവിടെ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഒരു അമ്മച്ചീനെ പരിചയപ്പെടുവാൻ ഇടയായി. ഞങ്ങളുടെ കമ്പനിയിൽ ഒരു എഞ്ചിനീയറുടെ വൈഫ് സൗമ്യ, അവരെല്ലാം വിശ്വാസത്തിൽ വന്നവരാണ്. TGS ദിനകരന്റെ അടുത്ത് ഞങ്ങളുടെ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ ബ്രാഹ്മിൻസ് സമുദായത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസം വന്ന ആ അമ്മച്ചി എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ മകളുടെ വീട്ടിൽ വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് വേണ്ടി ദൈവം വരുത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അമ്മച്ചിയുമായിട്ട് സംസാരിക്കുവാൻ ഇടയായി. ആ അമ്മച്ചിയുടെ സാക്ഷ്യം എന്നോട് പറഞ്ഞ സ്ഥാനത്ത് നിങ്ങളെക്കാൾ ഉപരി ഞങ്ങൾ വേദങ്ങൾ, ഉപനിഷത്തുകൾ, മന്ത്രങ്ങൾ എല്ലാം ചെയ്യുന്നവരാണെങ്കിലും എനിക്ക് കിട്ടിയ ഉത്തരം ജീവിതത്തിൽ ഒന്ന് ജനിച്ചാൽ മരിക്കും, അത് കർത്താവിൽ മാത്രമേ നിത്യജീവനുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് എന്ന് എന്നോട് പറയുന്ന അതേ സമയത്ത് ആ ആഴ്ചയിൽ തന്നെ എന്നോട് സുവിശേഷം പറഞ്ഞ ഈ അമ്മച്ചിയുടെ വീട്ടിൽ ഞാൻ ചെല്ലുന്നു. അവരെന്നോട് അന്ന് ഒരു സുവിശേഷം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഒരു ടേപ്പ് റെക്കോർഡ് കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ചിട്ട്, അന്ന് എനിക്ക് മലയാളം എഴുതാൻ അറിഞ്ഞുകൂടാ, മലയാളം വായിക്കുവാൻ ഒരു 25% പോലും അറിഞ്ഞുകൂടാ, സംസാരിക്കാൻ ഏകദേശം ഒരു 30% അറിയാം. എങ്കിലും സ്ഫുടമായിട്ട് ഈ ഭാഷയിൽ സംസാരിക്കുവാൻ അറിയാത്ത ആ സമയത്ത് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ഒരു ടേപ്പ് റെക്കോർഡ് വെച്ചു. 1-2 സഹോദരന്മാരുടെ കേസറ്റുകളും അരവിന്ദാക്ഷ മേനൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെതായിട്ടുള്ള സാക്ഷ്യം എൻ്റെ മുമ്പിൽ കേൾപ്പിക്കാൻ പറ്റും. ടൺ കണക്കിലെ ഭാരമായിട്ട് സ്വസ്ഥത എന്നുള്ളത് ലേവലേശം ജീവിതത്തിൽ ഇല്ലാത്ത ആ അനുഭവത്തിന്റെ മുമ്പിൽ അന്ന് രാത്രി ഞാൻ ആ വീട്ടിലിരുന്നപ്പോൾ ആ അമ്മച്ചിയും അവിടെ ഒരു സഹോദരിയും ഇവരെല്ലാം ടേപ്പ് റെക്കോർഡ് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് അടുത്ത റൂമിൽ കയറി അവര് ആത്മാവിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷയ്ക്ക് എനിക്ക് അന്ന് അറിയത്തില്ല. അവരങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് അവർ അവിടെ പ്രാർത്ഥിച്ച് ഇവിടെ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവന്നു എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവം അവരോട് പ്രബോധിപ്പിച്ചതായിരിക്കും. സത്യം പറയട്ടെ, അന്ന് അവിടെ ഇരുന്ന് ആ കാസറ്റിലുള്ള സാക്ഷ്യം ഞാൻ കേൾക്കുമ്പോൾ ആ സഹോദരൻ അവിടെ പറയുന്ന വചനങ്ങൾ നല്ല ശുദ്ധ മലയാളത്തിൽ അവിടെ പറയുന്നത് എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ടോ അത് എൻ്റെ ചെവിക്കകത്ത് എന്തൊക്കെ അറിയാവുന്ന തമിഴ് ഭാഷയിൽ എൻ്റെ ചെവിക്കകത്ത് കയറുമ്പോഴത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് 100% അത് മനസ്സിലാകുന്ന രീതിയിലാണ് എൻ്റെ ദൈവം എന്നെ കേൾപ്പിച്ചത്. പക്ഷെ ഓരോ വചനവും സാക്ഷ്യവും കേൾക്കുമ്പോൾ മല പൊട്ടുന്നത് പോലെ ടൺ കണക്കിലെ ഭാരമായിരുന്ന എൻ്റെ ഹൃദയം തവിട്ട് പൊടിയായി തകർന്നു. എവിടെ നിന്നോ ഹെർമോൻ മഞ്ഞ് എന്നൊക്കെ ഇപ്പൊ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അന്ന് ഹെർമോൻ മഞ്ഞിനേക്കാൾ വലിയ മഞ്ഞ് എൻ്റെ ഹൃദയത്തിനകത്ത് കയറി. വളരെ സന്തോഷമായി, വളരെ സ്വസ്ഥമായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? അല്ല മോന് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. എന്നിട്ട് അമ്മച്ചി പറഞ്ഞ്, മോനെ ഇവിടെ ഗിദയോൺസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് ഇംഗ്ലീഷ് ബൈബിളും കുറെ കാര്യങ്ങളോട് വെച്ചിട്ടുണ്ട് ദൈവദാസന്മാർ,
എന്നാ ഒന്ന് ഇംഗ്ലീഷ് ബൈബിൾ മേടി, ഒരെണ്ണം തരാം, കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അങ്ങനെ സങ്കീർത്തനങ്ങളും പുതിയ നിയമമുള്ള ഒരു ഗിദയോൻസ് ബൈബിളുമായിട്ട് എൻ്റെ ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് ഞാൻ താമസിക്കുന്ന ഭവനത്തിലെത്തി. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. കാരണം അഭിമാനത്തോടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം ഉള്ള ആ ബൈബിൾ കയ്യിലെടുത്തുകൊണ്ട് നേരെ ചെന്ന് എൻ്റെ മുറിക്കകത്ത് എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അടുത്തടുത്ത റൂമിൽ പാർക്കുന്നു. എന്നും ഉള്ളതുപോലെ ഫ്രിഡ്ജ് തുറന്നു, ഫ്രിഡ്ജിനകത്ത് നിന്ന് ഒന്നും തൊടാൻ തോന്നിച്ചില്ല, വലിച്ചടച്ചിട്ട് നേരെ വന്നു എൻ്റെ മുറിക്കകത്ത് ടീപ്പയുടെ ബൈബിൾ വെച്ചു മുട്ടിന്മേൽ നിന്നു. നേരത്തെ പ്രാർത്ഥിച്ച് പലതും കണ്ടിട്ടുണ്ട്, പള്ളിയിൽ പോയിട്ടുണ്ട്. ആ ശീലത്തിൽ, ആ അറിയാവുന്ന അനുഭവത്തിൽ മുട്ടിന്മേൽ നിന്നു, ஆண்டவரே, இதில் எழுதியிருக்கின்ற வசனங்கள் உண்மையுள்ள வசனங்கள் என்றால் இன்றைக்கு இரவு என்னோடு பேசுங்கள் ஆண்டவரே. ഗോഡ് സ്പീക്ക് വിത്ത് മീ ഗോഡ്. അങ്ങനെ അറിയാവുന്ന രീതിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നൊരു കാര്യം മനസ്സിലായി. ഹന്ന ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് വർഷങ്ങൾ കഴിഞ്ഞ് വായിച്ചപ്പോൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ഇന്നും എന്നും കേൾക്കുന്ന ഒരു സർവശക്തൻ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ബൈബിൾ തുറന്നു, പേജുകൾ മരിച്ചു. സാധാരണ ഞങ്ങളുടെ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, അങ്ങനത്തുള്ള പുസ്തകങ്ങൾ, എന്തെങ്കിലും അരുളപ്പാടുകൾ നോക്കുമ്പോൾ 7 പേജ്, 7 വരികൾ, 7 വാക്കുകൾ എല്ലാം മാറ്റിയിട്ട് വെക്കുന്നത് പോലെ കൈവച്ച് കണ്ണു തുറന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് ബൈബിളാണ്. ആസ്ക്, സീക്ക്, നോക്ക്. 26 വർഷം സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ കഴിയാതെ ദിനരാത്രങ്ങളിൽ ശരീരത്തിലും എല്ലാം മന്ത്രചരടുകളും സകല മാധ്യമങ്ങളും ഉണ്ടായിട്ടും അന്ന് ആസ്ക്, സീക്ക്, നോക്ക് എന്നുള്ള ഈ വചനം ഞാൻ കിടപ്പിൽ ഇരുന്ന് ചില മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ ഒരു അദൃശ്യമായ ഒരു മനുഷ്യന്റെ കരം ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ പുറത്ത് കിടക്കുന്ന ടൺ കണക്കിലെ ഭാരമുള്ള ഒരു ബ്ലാങ്കറ്റ് വലിച്ചു നീക്കി എടുത്തു മാറ്റിയാൽ എന്ത് അനുഭവം ഉണ്ടാകും, അതുപോലെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഒരു അദൃശ്യകരം തൊട്ടു. അന്ന് രാത്രി ഞാൻ കിടപ്പിൽ കയറി കിടന്ന് 26 വർഷങ്ങളുടെ സ്വസ്ഥതയുടെ മുമ്പിൽ, സ്വസ്ഥത നഷ്ടപ്പെടുത്തിയതിന്റെ മുമ്പിൽ അന്ന് രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങി. അപ്പൊ 26 വർഷങ്ങൾ എന്റെ ശരീരത്തിൽ കിടന്ന മന്ത്രചരടുകൾക്കും മറ്റുള്ള മാധ്യമങ്ങൾക്കും ജീവിതത്തിൽ സ്വസ്ഥത തരുവാൻ കഴിയാതിരുന്നപ്പോഴാണ് ഞാൻ ഈ ശബ്ദം കേട്ടത്. എന്ന് വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്റെ പിതാവിന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവർ ജ്യോത്സ്യം നോക്കുവാൻ, ജാതകം നോക്കുവാൻ, എന്റെ ചെറുപ്രായത്ത് അത് എഴുതി വന്നപ്പോൾ തന്നെ ഞാൻ ആ വീട്ടിൽ ദോഷക്കാരൻ എന്നുള്ള മുദ്ര, ആ പശ്ചാത്തലം എനിക്ക് കുത്തി. 2, എന്നെ കൊണ്ടുള്ള നേർച്ച കാഴ്ചകളും സകലതും ചെയ്യിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ഏതൊരു ഭഗവാന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോഴും ദോഷക്കാരന്റെ ദോഷവും നീങ്ങിപ്പോക്കോട്ടെ, ഞങ്ങളുടെ വീടിനും ഒരു വിടുതൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാനും മൂത്ത സഹോദരൻ ഉള്ളപ്പോഴും ഇളയ സഹോദരൻ ഉള്ളപ്പോഴും നിവേദ്യം ചെയ്യുവാനും പൂജ ചെയ്യുവാനും കാര്യങ്ങൾ ചെയ്യുവാനും ഉള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഒരു ഭഗവാന്റെ അമ്പലത്തിൽ മിക്കവാറും എന്നെ കൊണ്ടുപോയി വെക്കാൻ പറയും, തിരിച്ചു കൊണ്ടുവരാൻ പറയും, വെക്കാൻ പറയും, തിരിച്ചു കൊണ്ടുവരാൻ പറയും. അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടും ചെറുപ്പം മുതൽ അവസാനം വരെ ഏകദേശം 12 കഴിഞ്ഞിട്ടും ഒറ്റയ്ക്ക് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഈ ഭഗവാൻ ഒന്നും എൻ്റെ ഭയത്തെ പോക്കിയില്ല. വീവൻ ചെറുപ്പത്തിൽ പുറത്ത് ഇറങ്ങണമെങ്കിലും എൻ്റെ അപ്പൂപ്പനോ മറ്റുള്ള ആരെങ്കിലും രാത്രിയിൽ ഒന്ന് ബാത്റൂം പോകണമെങ്കിലും അവരുടെ സഹായമില്ലാതെ പോകാൻ പറ്റത്തില്ല.
അപ്പോൾ ആ ദൈവങ്ങൾക്ക് എൻ്റെ ഭയത്തെ പോക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ പുണ്യ കാര്യങ്ങൾക്ക് പോക്കാൻ കഴിഞ്ഞില്ല, ജ്യോത്സ്യത്തിനും ജാതകത്തിനും പോക്കാൻ കഴിഞ്ഞില്ല. രണ്ട്, ഇവന്റെ ജീവിതം ഒരു കാലത്തും നന്നാകത്തില്ല, ഇവൻ ഒരു ഉയർച്ചയിലേക്ക് വരത്തില്ല എന്ന് ജ്യോത്സ്യന്മാരും ജാതകമും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഓരോരോ വർഷങ്ങളിലും വർഷം തോറും നോക്കിയിട്ടും ഇവൻ എവിടെ പോയാലും നന്നാകത്തില്ല എന്ന് പറഞ്ഞ പാരമ്പര്യത്തിന്റെ കണക്ക് കൂട്ടൽ. ഒരു പ്രാവശ്യം പോകും, ബുധൻ പിണങ്ങി ശനി മാറിയിരിക്കുന്നു. അടുത്ത പ്രാവശ്യം പോകും, ശനി ബുധന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം പോകും, ഈ ശനി അങ്ങോട്ട് മാറണമെങ്കിൽ ഇവന് വേണ്ടി ഇന്നത് ചെയ്യണം. ഇങ്ങനെ പലതും 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 എന്നെ അവിടെ ഉള്ള സകല ഭഗവാന്റെയും ഭഗവതിയുടെയും മുമ്പിൽ എല്ലാം കൊണ്ടുപോയി നിർത്തി. ശരീരത്തെ മുറിപ്പെടുത്തുന്ന അലക്ക് മുതൽ പല്ലക്ക് ഇവൻ ഫ്രണ്ടിൽ നിന്ന് ചുമന്നാൽ മതി എന്ന് പറഞ്ഞ് പല്ലക്ക് ചുമക്കാൻ വരെയൊക്കെ കൊണ്ടുപോയി എന്നെ നിർത്തിയിട്ട് ഞാൻ ആ പല്ലക്ക് ചുമന്ന് രാത്രി മൊത്തം മഴയും കൊണ്ട് എൻ്റെ തോലിന്റെ തൊലി പോയതല്ലാതെ പല്ലക്ക് ചുമന്ന രാത്രിയിലും വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ സ്വസ്ഥതയില്ല, വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ സമാധാനമില്ല, വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ദൈവത്തിനോടും ദൈവങ്ങളോടും ജ്യോത്സ്യത്തോടും ജ്യോത്സ്യന്മാരോടും എന്നെ ഇട്ട് കറക്കി 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 എൻ്റെ ജീവിതത്തെ തകർത്ത് ഇങ്ങനെ മുമ്പോട്ട് പോയതല്ലാതെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ലാതെ 26 വർഷങ്ങൾ. അങ്ങനെ ആ ഒരു ശക്തിയുടെ മുമ്പിൽ, അങ്ങനെ ഒരു ആ സമാധാനക്കേടിന്റെ മുമ്പിലാണ് കൂട്ടുകാർ പറഞ്ഞതിനെ അനുസരിച്ച്, കൂട്ടുകാരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകൂടി മദ്യപിച്ചാൽ സ്വസ്ഥത കിട്ടുമെന്ന് പറഞ്ഞാലും ആ വഴിയിലേക്ക് അവരെന്നെ തിരിച്ചു കൊണ്ടുപോയി. എന്നാൽ തലേ രാത്രി അങ്ങനെ ലോകപ്രകാരം ജീവിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുളിച്ചേച്ച് ഭഗവതിയുടെ മുമ്പിലും ഭഗവാന്റെ മുമ്പിലും പോകുമ്പോൾ അവർക്ക് ആർക്കും അത് തിരിച്ചറിയാനും കഴിഞ്ഞില്ല. അങ്ങനെ 26 വർഷങ്ങൾ എല്ലാ വിശ്വാസ മാധ്യമങ്ങൾ എൻ്റെ പൈസ തകർത്തു. ലോകപ്രകാരമുള്ള സന്തോഷങ്ങൾ എൻ്റെ പൈസ തകർത്തു. ജോലിക്ക് ഒന്നുമില്ലാത്തവനായി 89 ഇവിടെ ഞാൻ ജോലിക്ക് വരുന്നതിന് മുമ്പ് വെറും ഒരു പാൻറ്റും 2 പാൻറ്റും 3 ഷർട്ടും ഒരു ചെരുപ്പുമായിട്ട് 350 രൂപയും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നാൽ ഈ കർത്താവ് അന്ന് രാത്രി വിടുതൽ തരുന്നതിന് മുമ്പും എൻ്റെ ജീവിതം പൂജ്യമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കള്ളൻ വരുന്നത് അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അത്രേ എന്ന് 26 വർഷങ്ങൾ എല്ലാം തകർന്ന സ്ഥാനത്താണ് അന്ന് രാത്രി യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്നുള്ള ആ ശബ്ദത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യന്റെ ചെവിക്കകത്ത് ആ മൈക്രോഫോണിൽ കേൾപ്പിച്ചതുപോലെ കേൾപ്പിച്ച അന്ന് ഞാൻ വിശ്വസിച്ചു. അവൻ വചനമയച്ച് അവരുടെ ബന്ധനങ്ങളെ അറുത്തുമാറ്റി. അവരുടെ എന്ന് പറയുന്ന സ്ഥാനത്ത് എൻ്റെ ബന്ധനങ്ങളെ അറുത്തുമാറ്റി. അപ്പൊ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും എന്ന് പറഞ്ഞതാണ് 26 വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നാൽ സമൃദ്ധിയായി ജീവൻ ഉണ്ടാകാൻ ഏക വഴിയായ കർത്താവിന്റെ കൃപ അന്ന് രാത്രി എൻ്റെ അടുക്കൽ വന്നതിനെ ഓർത്ത് ഞാൻ ഇന്ന് പകൽ കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പൊ അന്ന് രാത്രി ആ വാക്യം വായിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വീണ്ടും ചെന്നു, ഓടിച്ചെന്ന് ബൈബിൾ തുറന്നു. ആ എനിക്ക് കിട്ടിയ വാക്യം യോഹന്നാന്റെ സുവിശേഷം 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ ഫലം കായ്ക്കണം. അവിടെ എല്ലാം ഇംഗ്ലീഷിലാണ് ഞാൻ വായിച്ചത്. പിന്നീട് എനിക്ക് മലയാളം ബൈബിൾ കിട്ടിയത്. ആ വാക്യത്തിന്റെ മുമ്പിൽ എന്നോട് സുവിശേഷം പറഞ്ഞ ഈ അമ്മച്ചിയുടെ വീട്ടിൽ ഞാൻ ഓടിച്ചെന്നു. ഞങ്ങൾക്ക് ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട്. ഇവിടെ കർത്തൃദാസൻ പാസ്റ്റർ ടി ജോഷിക്കുട്ടി എന്ന് പറയുന്ന ദൈവദാസനാണ് ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കർത്താവിൽ വിശ്രമിക്കുന്നു. ആ ദൈവദാസനുമായിട്ട് പരിചയപ്പെടുത്തി. എന്നോട് പറഞ്ഞു അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വരുമല്ലോ. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വരുന്നതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, ഞാൻ ജസ്റ്റ് വന്നെന്ന് മാത്രമേ ഉള്ളൂ.
അദ്ദേഹം എന്നോട് ഒന്നും പറഞ്ഞില്ല. അമ്മച്ചി പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിനോട് പല പ്രാവശ്യം സുവിശേഷം പറഞ്ഞു. ആ ദൈവദാസൻ എന്നോട് ഒരു പദമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത വെള്ളിയാഴ്ച ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് ടെലഫോൺസിൽ ജോലി ചെയ്ത് 2 പ്രാവശ്യം അറ്റാക്ക് വന്നിട്ട് 3-ാം പ്രാവശ്യം അറ്റാക്ക് വന്നിട്ട് ഡോക്ടർമാര് അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തിട്ടും അദ്ദേഹം വീട്ടിൽ നിന്ന് ഉപവസിക്കുക. അവിടെ അനേക ദൈവദാസന്മാർ വരുന്നു. ഒരാഴ്ചയായിട്ട് പ്രാർത്ഥന നടക്കുന്നുണ്ട്. ബ്രദർ കടന്നു വരണം. ഞാൻ ആരോടും പറയാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ്, എനിക്ക് ഈ ഭാഷ അറിഞ്ഞുകൂടാ. കർത്താവ്, ഇത് എങ്ങനെ വായിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എവിടെ ആരാധനയ്ക്ക് പോകണമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ഒരു പ്രാവശ്യം കൂടെ അങ്ങ് സംസാരിക്കുമെങ്കിൽ അങ്ങയുടെ ദാസനായി ഞാൻ തീർന്നുകൊള്ളാം എന്ന് പ്രാർത്ഥിച്ച് ആ ദിവസം വൈകിട്ട് എന്നും തൃപ്പൂണിത്തുറയിൽ കടന്നു പോകുന്നത് പോലെ കടന്നുപോയി. എന്നാൽ അന്ന് ദൈവത്തിന്റെ കൃപ ഒരു വ്യക്തിയും എൻ്റെ കൂട്ടുകാരാരെയും കാണുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൃപ്പൂണിത്തുറ പട്ടണത്തിൽ കൂടി ഞാൻ കടന്നുപോയി. അവിടെ രജിസ്റ്റർ ഓഫീസിന്റെ തൊട്ടു മുമ്പ് ബൈക്ക് എല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഇങ്ങനെ മുൻപോട്ട് ഒരു ബൈക്കിന്റെ അടുത്ത് എത്തിയപ്പോൾ എന്റെ കാൽ മുൻപോട്ട് പോകുന്നില്ല, പുറകോട്ടും പോകുന്നില്ല, ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും പോകുന്നില്ല. ആ ബൈക്കിന്റെ അടുത്ത് ഞാൻ ചുറ്റും നോക്കി, ഒന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ബൈക്കിന്റെ പെട്രോൾ ടാങ്കിന്റെ പുറത്ത് ഒരു സ്റ്റിക്കർ കണ്ടു. അതിനകത്ത് ഐ ആം വിത്ത് യു ടു ഡെലിവർ യു, JER 1.8. അത് വചനമാണെന്ന് ആരും എൻ്റെ ഉള്ളിൽ പറഞ്ഞത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. എങ്കിലും ദൈവാത്മാവ് അന്ന് പ്രവർത്തിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കടലാസ് എടുത്തു, ഐ ആം വിത്ത് യു ടു ഡെലിവർ യു JER 1.8 എഴുതി പോക്കറ്റിനകത്തിട്ടു. ഇട്ടിട്ട് പിറ്റേ ദിവസം എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ആ ദൈവദാസന്റെ വീട്ടിൽ ഞാനും വേറെ ഒരു സഹോദരനുമായിട്ട് ചെല്ലുന്നു. അവിടെ ഒരുപാട് ദൈവദാസന്മാർ അവിടെ ഇരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ പോകുന്നത്. 2ാമത്തെ റോയിൽ ഒരു സ്ഥലം കാലി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് മുട്ടിന്മേലിരിക്കുന്നു. കണ്ണുമടച്ച് ഞാൻ വീണ്ടും കർത്താവിനോട് പ്രാർത്ഥിച്ച് മിനിറ്റുകൾ കഴിഞ്ഞ മുമ്പ് തന്നെ ആ ദൈവദാസൻ ഓടി വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട്, മകനെ, അന്യ ദേശത്തിൽ നിന്ന്, അന്യ ഭാഷക്കാരുടെ മധ്യയിൽ നിന്ന് പരദേശിയായി ജീവിത മാർഗത്തിന് വേണ്ടി അല്ല ഞാൻ ഈ കേരളക്കരയിൽ കൊണ്ടുവന്നത്. നിന്റെ നേടുവാൻ, നീ അനേകര ജീവങ്ങളിലേക്ക് നയിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. നീ ബാലൻ എന്ന് നീ പറയണ്ട, ഭാഷകളുടെ ഉടയവൻ ഞാനാണ്. നിന്നെ ജാതികൾക്ക് പ്രവാചകനായി ഞാൻ കണ്ടിരിക്കുന്നു എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ അതേ പദങ്ങളിൽ കുറച്ചുകൂടി ദൈവാത്മാവ് വ്യാഖ്യാനിച്ച് എന്നോട് പറഞ്ഞ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് സന്തോഷമായിട്ട് ഇറങ്ങിയപ്പോൾ അവിടുത്തെ കർത്തൃദാസനോട് പറഞ്ഞു, പക്ഷെ എനിക്ക് മലയാളം പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ബൈബിൾ ഒന്ന് വേണം. അല്ല ബ്രദറെ, മലയാളം വായിക്കാൻ ഇച്ചിരി കട്ടിയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ എന്തോ തോന്നലുണ്ട്. അന്ന് 94 ആ കർത്തൃദാസന്റെ കയ്യിൽ നിന്ന് മലയാളം ബൈബിൾ മേടിച്ച് കഴിഞ്ഞ 30-ൽ പരം വർഷങ്ങൾ ഈ ഭാഷ അനേക സ്ഥലങ്ങളിൽ, അനേക സ്റ്റേറ്റുകളിൽ, അനേക രാജ്യങ്ങളിൽ കൈകാര്യം ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. എങ്ങനെ ഈ ഭാഷ പഠിച്ചു എന്ന് ചോദിച്ചാൽ കർത്താവ് പഠിപ്പിച്ചു. അങ്ങനെ അന്ന് വീട്ടിൽ ചെന്നു ബൈബിൾ എന്നോട് കൊണ്ടുപോയ സഹോദരനോട് പറഞ്ഞു, എക്സൽ, ഇങ്ങനെ ഒരു പേപ്പർ ഞാൻ കണ്ടു. ശിവശങ്കര, ഇത് ബൈബിളിന്റെ വാക്യമാണ്. അല്ല, എൻ്റെ കയ്യിലുള്ള ബൈബിളിൽ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ. അത് പുതിയ നിയമത്തിന്റെയും സങ്കീർത്തനമാണ്, ഇത് പഴയ നിയമമാനുമെന്ന് പുസ്തകക്രമം എടുത്ത് അവിടെ വായിച്ചതിന് ശേഷം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് തുടങ്ങിയപ്പോൾ 5-ാം വാക്യം വായിച്ചപ്പോൾ പ്രവാചകൻ പ്രവചിച്ച വാക്ക് ഒരു ചെവിയിൽ, കേൾക്കുന്ന വചനം മറു ചെവിയിൽ. അന്ന് രാത്രി എൻ്റെ ഹൃദയത്തെ കർത്താവ് തൊട്ട് കർത്താവിന്റെ ആത്മാവ് അവിടെ വ്യാപരിക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും ആരാധനകൾക്ക് കടന്നു പോകാൻ തുടങ്ങി. 94 ഏപ്രിലിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി കാണാൻ എൻ്റെ കണ്ണുകളെ കർത്താവ് തുറന്നു. ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ള പദം ഒരിക്കലും ഞാൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവ് എന്നെ സ്വീകരിച്ചു.
ആ 94-ൽ കർത്താവിനെ രക്ഷിതാവായി കാണാൻ എൻ്റെ കണ്ണുകളെ കർത്താവ് തുറന്നു. ഏറെ താമസിക്കാതെ 3 ആഴ്ചക്കുള്ളിൽ തന്നെ സ്നാനപ്പെടുവാൻ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു. 22/4/94 കർത്താവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റു. വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു. വരുന്ന ദൈവദാസന്മാർ എല്ലാം എന്നോട് ആലോചന പറയും, നിന്നെ ദൈവം കണ്ടിട്ടുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ്, പരിശുദ്ധാത്മാവ് അല്ലാതെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. വായിക്കുന്ന വചനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അങ്ങയുടെ ആത്മാവിന്റെ സഹായം വേണം. ഒരു വലിയൊരു അനുഭവമായിരുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ പൂജാമുറിക്കകത്ത് കയറും. ഞാൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. ബൈബിൾ അവിടെ വായിക്കും. ഇറങ്ങി വരും. കൂട്ടുകാരെല്ലാം വരും. നമുക്ക് സിനിമയ്ക്ക് പോകാം, നമുക്ക് എപ്പോഴും വൈകിട്ട് പോകുന്നതിൽ പോകാം. ഒരു സ്ഥലത്തും ഞാൻ പോകില്ല. എല്ലാവരും TV കാണും. ഞാൻ അപ്പുറത്തുനിന്ന് ബൈബിൾ വായിക്കും, സ്തോത്രം പറയും. 1-2 പ്രാവശ്യം എന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ അവിടെ ഉള്ള ചില അച്ഛന്മാരുമായി, അവിടെ ഉള്ള ചില CSI അച്ഛന്മാരുമായിട്ട് പലരുമായിട്ട് ചോദിച്ചു, എന്താണ് ഇവന് പറ്റിയത്? ഇവരിപ്പോൾ ഒരു സ്ഥലത്തും ഞങ്ങൾ വിളിക്കുമ്പോൾ വരുന്നില്ല. അവനൊരു പ്രത്യേകമായി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പറ്റിയത്? അപ്പൊ അവരെല്ലാം ചോദിച്ചു. ഒരു വ്യക്തി എന്നോടൊന്ന് ചോദിച്ചു, എന്താണ്? ഞാൻ അവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പോകുന്നു, ഞാൻ സ്നാനപ്പെട്ടു, ഈ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നാട്ടുകാരറിഞ്ഞു, പലരും അറിഞ്ഞപ്പോൾ എല്ലാവരും അവിടെ പറഞ്ഞു, ഇവൻ പോകട്ടെ, ഒറ്റ മോളെ നിങ്ങൾക്കുള്ളൂ, അവളുടെ കല്യാണം മുടങ്ങി, നിങ്ങളുടെ സകല തലമുറകളും നഷ്ടപ്പെട്ടു. ഇവൻ ജനിച്ചപ്പോൾ ഉള്ളതിനേക്കാൾ ഇപ്പോൾ ഈ കുടുംബത്തിന് ദോഷം വരുത്തി വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ അപ്പനെയും അമ്മീനെയും എല്ലാവരും പറയാൻ തുടങ്ങി. എന്നാൽ അവിടെ എല്ലാം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം, നീ നിമിത്തമാണ് ഇനി ഈ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നത്. കർത്താവ് ഈ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ പോകുക. നീ 26 വർഷങ്ങൾ ദോഷമെന്ന് പറഞ്ഞ ഈ കുടുംബത്തിനകത്ത് ഇനി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണെന്ന് അവിടെ പറയാൻ തുടങ്ങിയ സ്ഥാനത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പോയി ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം പോയി പറഞ്ഞു, സ്നാനപ്പെടുന്നതിന് മുമ്പ് പോയി പറഞ്ഞു, സ്നാനപ്പെട്ടിട്ടും പോയി പറഞ്ഞു. അവിടെ എല്ലാം അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിലും ആത്മാവിന്റെ ശക്തി ഉള്ളിൽ ഉണ്ടായിരുന്നു. 4 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത്, ഇനി നീ ഞങ്ങളുടെ അമ്പലത്തിൽ വരില്ലേ? ഇനി നീ ഞങ്ങളുടെ വിശ്വാസത്തിൽ വരില്ലേ? ഇനി നീ ഇവിടെ വരല്ലേ? ഇവിടെ വരും, പക്ഷെ നമ്മുടെ ഒറ്റ വിശ്വാസത്തിന്റെ പ്രവൃത്തിയിലും ഞാൻ കൂടത്തില്ല. ഞാൻ സത്യ ദൈവത്തിനെ കണ്ടുമുട്ടി, സ്വസ്ഥത തരുന്ന ദൈവം ഇന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അതറിയിക്കുന്ന നാൾ വരുമെന്ന് പറഞ്ഞേച്ച് 4-ാം പ്രാവശ്യം അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും കരഞ്ഞു. ഇത്രയും നാൾ ഈ കുടുംബത്തിന് ഇനി ദോഷം വരുത്തി, നീ കാരണം ഈ കുടുംബം ദോഷത്തിലായി, ഇനിയും ഈ കുടുംബം രക്ഷപ്പെടാൻ നീ അനുവദിക്കത്തില്ലേ എന്ന് പറഞ്ഞ് എന്നെ വല്ലാത്ത വേദനിപ്പിച്ചപ്പോൾ, ഇല്ല, എൻ്റെ സഹോദരി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഒരു കുപ്പി വിഷം മേടിച്ച് എനിക്ക് തന്നിട്ട് പൊക്കോ, എന്തായാലും എൻ്റെ ജീവിതം അവസാനത്തിലായി, എന്നെ ആരിനി വിവാഹം കഴിക്കും എന്ന് പറഞ്ഞ് വേദനിപ്പിച്ച് വിട്ട സ്ഥാനത്ത് ഞാൻ നേരെ എറണാകുളത്ത് വന്ന് ഇറങ്ങിയപ്പോൾ അന്ന് വൈകിട്ട് കോട്ടേജ് മീറ്റിംഗിൽ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുമ്പിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകൾ ഏറ്റവനായി, ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു. ഈ പാട്ട് അവിടുത്തെ ആരാധനയിൽ പാടിയപ്പോൾ ഈ ഉറ്റവർ സ്നേഹിതർ എന്ന് പറഞ്ഞ ആ പദം കേട്ടപ്പോൾ ഞാൻ പൊട്ടി വാവിട്ട് അലറി കരഞ്ഞു. കാരണം എൻ്റെ അപ്പന്റെയും അമ്മയുടെയും സഹോദരന്മാരുടെയും മുഖം ഞാൻ ഒറ്റപ്പെട്ടു, ഇനി ആരുമില്ല എന്നുള്ള ചിന്തയിൽ ഈ പാട്ടിന്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ചു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കടലാസ് മേടിച്ചു. എനിക്ക് അന്ന് മലയാളം എഴുതാൻ അറിയില്ലെങ്കിലും തമിഴക്ഷരം കൂട്ടി ആ പാട്ട് എഴുതിയെടുത്ത് 2 ദിവസം ഓഫ് കിട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് ആ പാട്ട് പാടി പിറ്റ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയപ്പോൾ 2ാമത്തെ പാട്ടിൽ അല്പം ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഈ പാട്ടെടുത്തിട്ട് അവിടെ പാടാൻ തുടങ്ങി. പ്രാപഞ്ചികന്മാരും പ്രാകൃതമെല്ലാമാരും പ്രാക്കൽ എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. തങ്കപ്രാവ് എൻ്റെ മേൽ ആവസിക്കുകയും പരിശുദ്ധാത്മാവ് കൃപാവരത്തോടുകൂടി ദൈവം അഭിഷേകം ചെയ്യുകയും പലരെയും ദൈവം അഭിഷേകത്താൽ നിറച്ചു. അന്ന് കിട്ടിയ അനുഭവം, അന്ന് കർത്താവ് തന്ന കൃപാവരം ഇന്നയോളം ദൈവം നിലനിർത്തിയതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശക്തന്മാരായിട്ടുള്ള ദൈവദാസന്മാർ
പ്രാഗൽഭ്യമുള്ള ദൈവദാസന്മാർ വരുന്ന എല്ലാ ബൈബിൾ ക്ലാസ്സുകളിലും ഞാൻ ചെല്ലും. അവിടെ എല്ലാം പറയുന്ന ബൈബിളുകൾ, അവിടെ പറയുന്ന വചനങ്ങൾ ക്രിയാത്മകമായി നല്ല രീതിയിൽ എഴുതിയെടുക്കും. വീട്ടിൽ വന്ന് പഠിക്കാൻ തുടങ്ങും. അന്നു മുതൽ ഇന്നു വരെ നിലനിർത്തിയത് ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്നോട് ഒരു ആലോചന പറഞ്ഞു. നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. എന്നാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്ന നീ വിവാഹിതനായി ചേർന്നതിന് ശേഷമേ നിനക്ക് പുറത്തു സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിക്കുവാൻ പറ്റത്തുള്ളൂ. ഞാനും എൻ്റെ കുടുംബമോ എന്ന് പറയണമെങ്കിൽ നീ നിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറി നിനക്കൊരു കുടുംബമായാലേ ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു ആലോചന കേട്ടു. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടിൽ അനുവാദം ചോദിച്ചു. നടക്കില്ല. ഇവിടെ നിന്ന് വിവാഹം കഴിക്കുവാണെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം. നിന്റെ വിശ്വാസത്തിൽ വിവാഹം കഴിക്കണമെങ്കിൽ ഞങ്ങളെ കിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവിക ആലോചന പ്രകാരം ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ എറണാകുളം സഭയിൽ യാക്കോബായ പാരമ്പര്യത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന്റെ ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സീന അഗസ്റ്റിൻ, അഗസ്റ്റിൻ കെ ലാസർ, മേരി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഇവിടുത്തെ ചന്ദനത്തിൽ എന്ന് പറയുന്ന അച്ഛന്മാരെല്ലാം ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറിയ കുടുംബം, എൻ്റെ വൈഫിന്റെ കുടുംബം മാത്രം വിശ്വാസത്തിലായിരുന്നു. അങ്ങനെ ആ ആലോചന ദൈവം കൊണ്ടുവന്നു. 95 ഞങ്ങളുടെ വിവാഹം ജനുവരി 9 കർത്താവിന്റെ കൃപയാൽ ദൈവം നടത്തി തന്നു. വിവാഹത്തിന് മുമ്പ് വീട്ടിൽ ചെന്ന് പറഞ്ഞു വന്നില്ല. എന്നാൽ വിവാഹം കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞതിന് മുമ്പ് തന്നെ എൻ്റെ അപ്പനും അമ്മയും സഹോദരിയും ഇവിടെ കടന്നു വന്ന് ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് പിന്നെയുള്ള എൻ്റെ അനുജന്റെയും എൻ്റെ സഹോദരിയുടെയും വിവാഹം എൻ്റെ ദൈവം നടത്തി തരും. 100% ഞാൻ അതിന് ഉറപ്പാണ്. എൻ്റെ ദൈവം ദോഷമായിട്ട് ചെയ്യുന്ന ദൈവമല്ല. ആണോ? ഉറപ്പാണോ? ഞാൻ പറഞ്ഞു ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതെല്ലാം എൻ്റെ കർത്താവ് ശാപങ്ങളെയും പാപങ്ങളെയും സകലത്തെയും മാറ്റി നമ്മുടെ കുടുംബത്തിക്ക് നന്മ വരുത്താൻ പോകുന്നത് എൻ്റെ ദൈവമാനുമെന്ന് അവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ആദ്യം എൻ്റെ സഹോദരിയുടെ വിവാഹമായിരുന്നു. ഏക പെങ്ങളായതുകൊണ്ട് ആ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി ഒറ്റ മകനുള്ള ഒരു വീട്ടിൽ ആ പിതാവ് സ്കൂളിലെ മാസ്റ്ററായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വരണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു റോഡാണ്, അവിടെ എല്ലാം അടുത്തടുത്ത വീടുകളാണ്. ഇങ്ങനെ ഇറങ്ങി അദ്ദേഹം വരുമ്പോൾ പല വീടുകളിലും പറഞ്ഞു, ഈ വീട്ടിലാണോ നിങ്ങൾ പെണ്ണെടുക്കാൻ പോകുന്നത്? അവിടെ ഒരുത്തൻ പാസ്റ്ററായി അറിഞ്ഞു, അവിടെ ഒരുത്തൻ പാസ്റ്ററായി അറിഞ്ഞു, അവിടെ ഒരുത്തൻ പാസ്റ്ററായി അറിഞ്ഞു എന്ന് എല്ലാ വീടുകളിലും പറയുമ്പോൾ ദൈവം രാജാക്കന്മാരുടെ ഹൃദയത്തെയല്ല ഏത് ഹൃദയത്തെയും നീർത്തോടുകളെ പോലെ ആക്കുമെന്നുള്ളത് സത്യമാണ്. വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, കാര്യം ശരിയാണ്. എനിക്ക് ആദ്യം ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു മകൻ ക്രിസ്ത്യാനിയായി, അത് മാത്രമല്ല ഇച്ചിരി കടുത്ത ക്രിസ്ത്യാനിയായി ഒരു പാസ്റ്ററായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, ആ വിവാഹം ഞങ്ങൾ എല്ലാവരുടെ വിവാഹത്തെക്കാൾ വളരെ ദൈവം നന്നായി നടത്തി. സഹോദരന്റെ വിവാഹത്തിനും അതുപോലെ തന്നെ ഡൽഹിയിൽ ഏറ്റവും സീനിയർ ഓഡിറ്റർ ആയിരിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് വിവാഹാലോചന വന്നു. അദ്ദേഹം വന്നപ്പോൾ ഇതുപോലെ പലരും പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ കൈപ്പട കത്ത് തന്ന് ഞങ്ങളെ ക്ഷണിച്ചത് ഞങ്ങളെയാണ് ആദ്യം ക്ഷണിച്ചത്. ആ രീതിയിൽ ദൈവം അത്ഭുതം ചെയ്തപ്പോൾ ഇന്ന് എൻ്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയും സഹോദരങ്ങളും സഹോദരിമാരും എല്ലാവരും പറയുന്നത് നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. 2, ഈ വിവാഹത്തിന് എല്ലാം പോകുമ്പോൾ ഞങ്ങളുടേതായിട്ടുള്ളതായ വിശ്വാസം അനുസരിച്ച് നാട്ടിൽ ആഭരണമിടാതെ, പൊട്ടുവെക്കാതെ, പൂവില്ലാതെ, സിന്ദൂരം തൊടാത്തവരെല്ലാം വിധവമാരെന്ന് പറഞ്ഞു ഒരു നല്ല ചടങ്ങിനും അവരെ പങ്കെടുപ്പിക്കത്തില്ല. എന്നാൽ ആരെല്ലാം എതിർത്ത് പറഞ്ഞു അവരെല്ലാവരും രണ്ടാമത്തെ ഒരു കല്യാണത്തിന് പോയപ്പോൾ റിസപ്ഷൻ ടേബിളിൽ എന്നെയും എൻ്റെ ഭാര്യനെയും നിർത്തി. എന്നിട്ട് അവർ തിരിച്ചു പറയാൻ തുടങ്ങി, എങ്ങനെ
ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞു, എന്റെ വൈഫ് പറഞ്ഞു, ഞങ്ങൾ പ്രാണപ്രിയനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പുറമേ ഉള്ള അലങ്കാരം ഒന്നും വേണ്ട, എല്ലാവരും കണ്ട് അതിശയിക്കത്തക്ക രീതിയിൽ അതേ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ പൂവും പൊട്ടും ചിന്തൂരമും ഇല്ലാത്ത ഒരു വ്യക്തിയെയും അമ്പലത്തിലോ ഒരു ഫംഗ്ഷനിലും മുമ്പിൽ പോലും കയറ്റിയിരുത്താത്ത സ്ഥാനത്ത് ഞങ്ങളെ മുമ്പിൽ കയറ്റി എന്റെ ഭാര്യനെ കഴിഞ്ഞ വിവാഹം വരെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം തേരുമെന്നുള്ളത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന അക്ഷരമല്ല. അത് ആത്മാവിൽ ഇന്നും പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവകൃപയാൽ മുൻപോട്ട് പോയി വചനം നന്നായി പഠിക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് ജോലി വിടണോ, എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല, നീ ജോലിയോടുകൂടെ തന്നെ സുവിശേഷ വേല ചെയ്യണം. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ദൈവവചനം നന്നായി പഠിക്കാൻ തുടങ്ങി, മലയാളം എഴുതാൻ തുടങ്ങി, മലയാളം വായിക്കാൻ തുടങ്ങി. മനക്കാല ബൈബിൾ സ്കൂളിൽ ഗ്രാജുവേറ്റ് ഇൻ തിയോളജി 3 വർഷത്തെ പഠനം. ഡോക്ടർ KG ജോസാറായിരുന്നു അന്ന് പ്രിൻസിപ്പാൽ. ഞങ്ങളുടെ വീട്ടിൽ വരും. ഇവിടുത്തെ ഈവനിങ് കോളേജിൽ 3 വർഷം 25 പേപ്പർ മലയാളത്തിൽ, അറിയാത്ത വാക്കുകൾ മാത്രം ഇംഗ്ലീഷിൽ എഴുതി 25 പേപ്പർ എഴുതി പാസ്സാകുവാനും മനക്കാല ബൈബിൾ സ്കൂളിൽ ഗ്രാജുവേറ്റ് ചെയ്യുവാനും കർത്താവ് ഇടയാക്കി. ഞങ്ങൾക്ക് 2 മക്കളെ കർത്താവ് ദാനമായി തന്നു. മൂത്തത് മകനാനും ടൈറ്റസ്. അവൻ ഇവിടെ പഠിച്ചു, കാരുണ്യയിൽ BTech പഠിച്ചു. അവിടുന്ന് UK ചെന്ന് മാസ്റ്റേഴ്സ് പഠിച്ചു. ഇപ്പോൾ അബുദാബിയിലാണ്. രണ്ടാമത് മകളാണ്. അവള് നന്നായി പഠിച്ചു. ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആയിരുന്നു. അവൾ MSc ബയോടെക്നോളജി കഴിഞ്ഞതിന് ശേഷം അവൾ ഇപ്പോൾ ഷാർജയിലാണ്. അവളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബിൽവാഡയിൽ പാസ്റ്റർ തോമസ് മാത്യുവിന്റെ ഫിലദൽഫിയ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദർശന പ്രകാരം അവിടെ ചെന്ന് അവിടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ജോഷിയുമായിട്ട് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം നടന്നു. ആ വിവാഹവും ഒരു വലിയ സാക്ഷിയായി തീർന്നു. എന്റെ വിവാഹത്തിന് പോകരുത് എന്നും ആരും സഹകരിക്കരുത് എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് എൻ്റെ മകളുടെ വിവാഹത്തിൽ ഞങ്ങളുടെ ബന്ധുക്കൾ ആരും തന്നെ വരാതിരുന്നിട്ടില്ല. വിളിച്ചില്ല എന്നുള്ള വിഷമമല്ലാതെ എല്ലാവരും കടന്നു വന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ ഇവിടെ വന്ന് കുറച്ചുനാൾ ഞങ്ങളുടെ കൂടെ താമസിച്ചു. അമ്മയ്ക്ക് ഒരു തമിഴ് ബൈബിൾ മേടിച്ചു കൊടുത്തു. ആ തമിഴ് ബൈബിൾ നമ്മൾ പോലും അത്രയും ആർത്തിയോടെ വായിക്കത്തില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 1 or 2 വട്ടം ഇവിടെ നിന്ന് വായിച്ചിട്ട് 1-2 ചോദ്യങ്ങൾക്കും 1-2 സംശയങ്ങളൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാറ്റിനും പറഞ്ഞു, അമ്മ 7 ജന്മം ഒന്നുമില്ല, ഒറ്റ ജന്മമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഭൂമിയിൽ വന്ന ഒരു കർത്താവ്, ആ കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രമേ അദ്ദേഹം പോയ വഴിയിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാം പറഞ്ഞ് അവിടെ പറഞ്ഞ് വീട്ടിൽ അയച്ചിട്ടുണ്ട്. അങ്ങനെ കൃപയാൽ ദൈവം തന്ന നിയോഗം, ദൈവം തന്ന ആലോചന അനുസരിച്ച് പടിപടിയായി ശുശ്രൂഷകൾക്ക് ദൈവം വിശാലത തന്നു. ഞങ്ങൾ പാർക്കുന്ന ഈ തിരുവാങ്കുളം ദേശത്ത് ഈ ഭവനം പണിത് ഏകദേശം 28 വർഷത്തിന്റെ ഇടയിൽ എല്ലാ വർഷങ്ങളിലും മിക്കവാറും 21ഉം 14ഉം ഇങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും, ആദ്യമൊക്കെ ഉപവസിക്കാൻ ഇരിക്കുന്ന സമയത്തൊക്കെ ഒരു ദിവസം പോലും തികയ്ക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ച് ദൈവാത്മാവിന്റെ നിയോഗപ്രകാരം 14ഉം 21ഉം വീട്ടിൽ നിന്നൊക്കെ ചോദിക്കും, 24 ദിവസമൊക്കെ ഇരിക്കുന്നു, 21 അമ്മയൊക്കെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിട്ടാ. രാത്രി എന്തെങ്കിലും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ഇല്ല, അത് പറ്റുമോ? ഒരു നേരൊക്കെ ഒരിക്കലൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം ചെറുപ്പം മുതൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറ്റുമോ? പറ്റും. ദൈവം സകലതും സാധ്യമാക്കുന്ന ദൈവമാണ്. അങ്ങനെ കൃപാവരങ്ങളാൽ നിറച്ചു. ഏകദേശം 2003 ദൈവം ഒരു നിയോഗം തന്നപ്പോൾ ഇവിടെ ഭവനത്തിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പിറവം സെന്ററിനോട് ബന്ധത്തിൽ ഇവിടെ ഒരു ആരാധന തുടങ്ങി. 10-28 പേർക്ക് കൂടുതൽ ഇവിടെ സ്നാനപ്പെടുവാൻ ഇടയായി. എന്നാൽ ഈ പാരമ്പര്യ ശക്തികളെ കർത്താവ് എന്നെ കൊണ്ട്, അല്ലെങ്കിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വിടുതൽ തന്നു എന്ന് പറയുമ്പോൾ തന്നെ
ആത്മാവിൽ നിറഞ്ഞവരെ കൊണ്ട് വിടുതൽ തരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് ഏതെല്ലാം വ്യക്തികളുടെ മുമ്പിൽ പോയി ഞാൻ നിവേദിച്ചോ, ഏതെല്ലാം വ്യക്തികളുടെ മുമ്പിൽ പോയി കുമ്പിട്ടുവോ, അതേ വ്യക്തികളുടെ പേരിലുള്ളവർ യേശുവിന്റെ നാമം പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ തകർച്ചകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് കൺമുമ്പിൽ കാണുവാൻ അനേക പൈശാചിക ബാധിതർ, അനേക രോഗികൾ വന്ന് ഇവിടെ സൗഖ്യം പ്രാപിക്കത്തക്ക രീതിയിൽ കർത്താവ് ഇടയാക്കി. ഏകദേശം 12 വർഷത്തോളം ഇവിടെ ഒരു ആരാധന ഉണ്ടായി. തൽക്കാലം ജോലിയുടെ തിരക്കും മറ്റുള്ള ശുശ്രൂഷയുടെ തിരക്കുകൾ അനുസരിച്ച് അത് ഇവിടെ നിന്ന് തൊട്ടടുത്ത സഭയുമായിട്ട് അബിലേറ്റ് ചെയ്തിട്ട് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായി, അംഗീകരിക്കപ്പെട്ട ശുശ്രൂഷകനായി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. ദൈവം അയക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ഏതൊരു വ്യക്തിയെയും മാറ്റുവാൻ സാധിക്കുന്ന സർവശക്തനായ ദൈവം, 2 പ്രത്യേക കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. എല്ലാം അറിഞ്ഞിട്ടേ കർത്താവിന്റെ അടുക്കൽ വരത്തുള്ളൂ എന്ന് നിൽക്കുന്നവരെ അല്ല എൻ്റെ ദൈവം സ്വീകരിക്കുന്നത്. ഇതാ ഞാൻ എന്ന് പറഞ്ഞാൽ ഭാഷ ഒന്നും എൻ്റെ ദൈവത്തിന്റെ വിഷയമല്ല. ഏത് ഭാഷക്കാരെ കൊണ്ടും ഏത് ഭാഷയും സംസാരിക്കുവാൻ അവിടെയുള്ള ഭാഷക്കാരെക്കാൾ നന്നായി ശുശ്രൂഷിപ്പിക്കുവാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നാം സമർപ്പിച്ചാൽ നമ്മെ ഏത് ഭാഷയും പഠിപ്പിക്കുന്ന ദൈവമാണ്. ഇന്നും മലയാളം പേപ്പർ വായിച്ചിട്ട് അതിന്റെ വാർത്തയെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ബൈബിളിന്റെ വചനം വായിച്ചിട്ട് വ്യാഖ്യാനിക്കാൻ പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി വ്യാഖ്യാനിക്കാനുള്ള കൃപ തന്നിട്ടുണ്ട്. അങ്ങനെ കൃപയാൽ ഞങ്ങൾ ഈ തിരുവാങ്കുളം ദേശത്ത് പാർക്കുന്നു, കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഏത് വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം, ഏക ദൈവം, സത്യദൈവം, അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം മാത്രമാണ്. ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം സമൃദ്ധിയായി നൽകുന്ന ഏക ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളത്, നിന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത ജനിക്കും എന്ന് ഊഹാപോഹത്തിൽ പറഞ്ഞതല്ല, കന്യകയിൽ ജനിക്കുമെന്ന് വ്യക്തമായി വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിൽ മുഖാന്തരം മനുഷ്യന്റെ പാപത്തെ പോക്കുവാൻ പാപമില്ലാതെ ഒരു ജഡവതറാം എടുക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടേ പറ്റത്തുള്ളൂ. ജനിച്ച യേശു കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കും. ക്രൂശിൽ കിടന്നുകൊണ്ട് മരിച്ചവരെ, അതുവരെ മരിച്ച വിശുദ്ധന്മാരെ ഉയർപ്പിച്ചു. 3 മരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നിട്ട് ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്നവരെയും ഇപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരെയും ഒരുപോലെ രൂപാന്തരപ്പെടുത്തുമെന്ന് പറഞ്ഞ ദൈവമാനം, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ മരിച്ചതിന് ശേഷം മരിച്ചവർക്ക് വേണ്ടി വഴി തുറക്കുന്നവരല്ല, മരിക്കുന്നതിന് മുമ്പ് തന്നെ പോകേണ്ട വഴി അറിഞ്ഞിട്ടാണ് ഞങ്ങൾ മരിക്കുന്നത്. ഇതാ എൻ്റെ ദൈവമെന്ന് അവരോട് പറഞ്ഞപ്പോൾ, ശരിയാ മോനെ, നീ പറയുന്നതല്ല ശരിയാ, എന്നാൽ ഞങ്ങൾ പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു വരാൻ അല്പം മടിയുണ്ട് എന്ന് സമ്മതിക്കുന്നവരാണ്. 2, അന്ന് വീട്ടിനകത്ത് വളരെ അറപ്പോടെ കണ്ട സ്ഥാനത്ത് ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം അവിടെ രോഗികളെ എൻ്റെ അമ്മയും എൻ്റെ ചേട്ടത്തെയും വിളിച്ചുകൊണ്ടുവരും. ഇതുപോലെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തവർ വിളിച്ചുകൊണ്ടുവരും. ഇതുപോലെ പ്രയാസമുള്ളവർ വിളിച്ചുകൊണ്ടുവരും. ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തുളസിത്തറയൊക്കെ ഒന്നുമില്ല, അവിടം വെച്ച് അവിടെയും പലർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ തന്നെ മുഖാന്തരം ഒരുക്കുന്നു. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അരോമ ടിവിയോടും അതിന്റെ സംഘാടകരോടും പ്രത്യേകിച്ച് ഡാനിയൽ ജോൺ പാസ്റ്റോടും നന്ദി അറിയിക്കുന്നു.
ഞാൻ പല സാക്ഷ്യങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ അരോമ ടി വിയിൽ കേട്ടിട്ടുണ്ട്. പലർക്കും അവസരങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് കേൾക്കുവാനിടയായി. അനേകായിരങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ അരോമ ടി വിയുടെ ഈ സന്ദർഭം അനുഗ്രഹമായി തീരട്ടെ. പിന്നെയും എൻ്റെ സാക്ഷ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു വാക്കുകൂടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏത് വിഷയത്തിന്റെ മുമ്പിലും, ഏത് അനുഭവത്തിന്റെ മുമ്പിലും, ഏത് അവസ്ഥയുടെ മുമ്പിലും ദൈവവചനം പറയുന്നത് പോലെ സാക്ഷ്യ വചനം ഹേതുവായി, കുഞ്ഞാട്ടിന്റെ രക്തം ഹേതുവായി, ഞാൻ പറഞ്ഞ സാക്ഷ്യ വചനവും ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ കുഞ്ഞാട്ടിന്റെ രക്തവും നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ തരും. ഇന്ന് പകൽ എന്നോടൊപ്പം നിങ്ങളും തലകൾ വണക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, സ്വർഗത്തിൽ നല്ല ദൈവമേ, ഇന്ന് പകൽ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കന്മാർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർ ഏത് അവസ്ഥയിലായിരുന്നാലും സകലത്തിലും മതിയായ ദൈവം, വചനം അയച്ച് ബന്ധനങ്ങളെ അറുത്തുമാറ്റുന്ന ദൈവം, വചനത്തിന്റെ വെളിച്ചം ഇരുട്ടിനെ മാറ്റുന്ന ശക്തിയാണ്. യേശുവിന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്ന വചനത്തിന് മുമ്പിൽ കേൾക്കുന്ന വ്യക്തികളുടെ ആവശ്യം എല്ലാം അറിയുന്ന സർവശക്തനായ ദൈവമേ, കുടുംബ തകർച്ചയിലായിരിക്കുന്നവർക്ക് അതിന്മേലൊരു പണി ദൈവം നടത്തണം. രോഗികളുടെ മേൽ സൗഖ്യം നൽകണം. ഭയത്തെ പുറത്താക്കണം. സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകണം. പ്രത്യാശയാൽ എല്ലാവരെയും സമൃദ്ധിയായി നിറയ്ക്കണം. എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേകിച്ച് അരോമ ടി വിയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കണം. മുൻപിൽ നിൽക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനായി, ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ശിവശങ്കരൻ അവറുകൾ. ജനിച്ചപ്പോൾ അപ്പന്റെ ജോലി പോയി. അവിടെ തൊട്ട് തുടങ്ങിയതാണ് ജീവിതത്തിന്റെ കഷ്ടകാലം. നീണ്ട 26 വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മാതാപിതാക്കന്മാരുടെ ഒരു പാരമ്പര്യ ജോലി എന്ന് പറയുന്ന നെയ്ത്ത് ജോലിയായിരുന്നു. ഒരു നെയ്ത്തുകാരനായിട്ട് നെയ്ത്തിൽ ഒരു ശ്രേഷ്ഠ പദവിയിലേക്ക്, ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഇപ്പൊ എത്തിച്ചേരുമായിരുന്നു ഒരു നെയ്ത്തുകാരനായി തുടർന്നിരുന്നു എങ്കിൽ. എന്നാൽ നെയ്ത്തുകാരനെ ദൈവം തിരഞ്ഞെടുത്തു. ഇന്ന് അനേകരുടെ ജീവിതം ഇന്ന് നെയ്ത് മനോഹരമുള്ള, വളരെ അർത്ഥമുള്ള, വെളിച്ചമുള്ള ഒരു നല്ല ഒരു ജീവിതത്തിലേക്ക് കെട്ടിപ്പടുക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തമിഴ് നാട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എന്നാൽ ഇന്ന് കേരളത്തിൽ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം കൊണ്ടുവന്നു. ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക്, ഒരു ഭാഷക്കാരിൽ നിന്ന് മറ്റൊരു ഭാഷക്കാരുടെ ഇടയിലേക്ക്, ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റു സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ഇന്ന് നല്ല ഒരു ഉദ്യോഗസ്ഥനായി ആയിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ശ്രേഷ്ഠകരമായ ഒരു പദവിയിൽ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മന്ത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരുപാട് കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ചെയ്ത് ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുവാൻ വേണ്ടി ജീവിതം മുന്നോട്ട് പോയി. അതിനൊന്നും തരാത്ത സമാധാനം സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം കയ്യിലെടുത്തപ്പോൾ ലഭിച്ചു. ഭഗവാന്റെ പല്ലക്ക് ചുമക്കുന്നതിനേക്കാൾ
എത്രയോ ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് ക്രിസ്തുവാകുന്ന പെട്ടകം ആമേനെ വഹിക്കുവാൻ ലഭിച്ച ഭാഗ്യകരമായ ഒരു അനുഭവം. ദൈവം മുന്നമേ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പദ്ധതികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബുധൻ പിണങ്ങി, ശനി മാറി നിന്നു, കർത്താവായ യേശു ക്രിസ്തു ചേർത്ത് നിർത്തിയ ആ അനുഭവങ്ങൾ, എത്ര അനുഭവങ്ങളുടെ ഓർമ്മകൾ. ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാമത് വചനം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു, നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ദേവദാസൻ ഓർപ്പിച്ചു, നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അതാണ് ശരി. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു, നമ്മെ തിരഞ്ഞെടുത്തു, കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അതാണ് ശരി. സ്തോത്രം. ഇന്ന് ഇത്ര ശ്രേഷ്ഠകരമായ ഒരു സാക്ഷ്യം പ്രസ്താവിക്കുവാൻ, ആ അനുഭവങ്ങളിൽ നിന്നായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പ് എത്ര വലുതാണെന്ന് ഇന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ, സ്വന്തം സഹോദരങ്ങൾ, മാതാപിതാക്കന്മാർ, ജനിച്ചു വളർന്ന പാരമ്പര്യം, കുടുംബ പശ്ചാത്തലം ഒക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്, പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നാൽ കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിയുമ്പോൾ അതിൽ പരം, അതിനേക്കാൾ ശ്രേഷ്ഠകരമായി മറ്റൊന്നില്ല എന്ന് എത്ര ആമേൻ നല്ല അനുഭവങ്ങളുടെ ഓർമ്മകളാണ് ദൈവദാസന്റെ വാക്കുകളിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ദൈവദാസന്റെ വിടുതല് ഒരുപാട് പേരുടെ വിടുതലിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് ദൈവം വിടുവിച്ച ഈ വിധങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ പിന്നെയും വേറെ അവസരങ്ങളെ സ്വർഗത്തിലെ ദൈവം ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സമാനമായ ജീവിതാനുഭവമുള്ള പ്രിയപ്പെട്ടവരെ സാക്ഷ്യം പറയുന്നതിനായിട്ട് നിങ്ങൾക്കും പരിചയപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനുള്ള സാവകാശമുണ്ട്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണി തൊട്ട് ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്കും പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.